വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ദിവസവും പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി ചിക്കനും മുട്ടയും ഒക്കെ കഴിക്കുന്നതിന് പകരം ഈ ഒരു റാപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 100 ഗ്രാം സോയയിൽ 52 ഗ്രാം പ്രോട്ടീൻ ഉണ്ടെന്നും ഇതിൽ ചിക്കൻ ഉള്ളതിനേക്കാൾ ഇരട്ടി ലഭിക്കുന്നതും ആണ്. എന്നാൽ സോയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് പലരും ഇത് ഉപയോഗിക്കാറുമില്ല. നമുക്ക് ആദ്യം സോയാബീൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് സോയാബീൻ ചേർത്ത് കൊടുക്കാം. സോയാബീൻ പകരം സോയ ചങ്ക്സ് ആയാലും മതിയാവും. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ഒരിക്കലും ഒഴിച്ചുകൂടാത്ത ഒന്നാണ് പ്രോട്ടീൻ. വിശക്കുമ്പോൾ വല്ലതും കഴിക്കുന്നതിന് പകരം ഇതുപോലെയുള്ള ഹൈ പ്രോട്ടീൻ റാപ്പ് കഴിക്കുമ്പോൾ പ്രോട്ടീൻ ലഭിക്കുകയും കൂടാതെ ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ഇത് കണ്ടോ, ഇത് 5-6 മിനിറ്റ് ഞാൻ ഗ്യാസ് ഓഫാക്കാതെ തന്നെ വേവിച്ചെടുത്തതാണ്. സൈസ് കൂടി വന്നത് കണ്ടോ. ഒന്നിക്കൽ ഇതുപോലെ ഫ്ലെയിം ഓഫാക്കാതെ വേവിക്കാം, അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ട് ഓഫാക്കിയിട്ട് മൂടി വെച്ചാലും മതിയാവും. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് പൊതുവെ. ഇനി ഇതിൻ്റെ വെള്ളം നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ചൂട് പോകുമ്പോൾ സോയയിലുള്ള മുഴുവൻ വെള്ളവും ഊറ്റിക്കളയണം. ചൂടോടെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഒരിളം ചൂടുള്ള സമയത്ത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും പെട്ടെന്ന് വെള്ളം പോകാനുള്ള ഒരു എളുപ്പവഴി. ഒരേപോലത്തെ ഫുഡ് കഴിച്ച് മടുക്കുമ്പം ഇതുപോലെയുള്ള റാപ്പുകൾ കഴിക്കാവുന്നതാണ്. ഇതിൽ വെജിറ്റബിൾസും സോയ എല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊരു കംപ്ലീറ്റ് മീലായിട്ട് കഴിക്കാവുന്നതുമാണ്. സോയ വേവിച്ച വെള്ളം പൂർണ്ണമായും കളയണം, അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. ഇനി ഇതൊന്ന് നമുക്ക് ചെറുതായി അടിച്ചെടുക്കാം. ഒന്നുകിൽ ഇതുപോലെയുള്ള ഗ്രേറ്ററിൽ ഇടാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് പൾസ് മോഡിൽ അടിച്ചാലും മതിയാവും. കുറച്ച് കുറച്ചായിട്ട് അടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഞാനൊരു ടിക്കി പോലെയാണ് ഉണ്ടാക്കുന്നത് റാപ്പിൽ വെക്കാൻ വേണ്ടി. ഈ ടിക്കി മാത്രം ചട്നി കൂട്ടി കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഇത് കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് വേണം ആക്കിയെടുക്കാൻ. മറ്റേത് കൂടി നമുക്ക് ആക്കിയെടുത്തിട്ട് വരാം. ഇത് ഓഫീസിലോ സ്കൂളിലോ കൊടുത്തയക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ ഒരു റാപ്പ്. ഈവനിങ് സ്നാക്സ് ആയിട്ടോ നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിലേക്ക് ഇനി ഒരു പകുതി ഉള്ളി വളരെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടി ഒരു പച്ചമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഗരം മസാലയും കൂടാതെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി അധികമായി പോണ്ട, കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. 1 ടേബിൾ സ്പൂൺ വെള്ള എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുത്ത എള്ളും ചേർക്കാവുന്നതാണ്. കൂടാതെ ഞാൻ 1/2 ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡൈജഷനും ഗ്യാസ് പ്രോബ്ലം വരാതിരിക്കാൻ ഇത് വളരെയധികം സഹായിക്കും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വറുത്ത കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ് ആയാലും മതിയാവും. ഇനി വേണ്ടതാണ് 1/2 കപ്പ് ആട്ടപ്പൊടി. ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് മിക്സ് ആക്കി എടുക്കണം. കടലപ്പൊടിക്ക് പകരം റാഗിപ്പൊടി ചേർത്താലും മതിയാവും. വളരെ ഹെൽത്തിയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കട്ടി മാവിൻ്റെ രീതിയിലാക്കി എടുക്കാം. ലൂസായി പോകരുത്. അഥവാ വെള്ളം കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് കണ്ടോ, ഇത്രയും കട്ടിക്ക് വേണം മാവ് ആക്കിയെടുക്കാൻ. എന്നാലേ നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാൻ പറ്റൂ. ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കിയെടുത്ത് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ 4 ആക്കിയിട്ടുള്ളൂ. ഇനി ഇതൊന്നും വറുത്തെടുക്കാം നമുക്ക്.
ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം ഒലിവ് ഓയിൽ ആയാലും മതിയാവും. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് 2 സൈഡും നല്ലപോലെ വേവിച്ചെടുക്കണം. കാരണം കടലമാവ് ആയതുകൊണ്ട് തന്നെ നേർക്ക് വെന്തിട്ടില്ലെങ്കിൽ ഒരു പച്ച ചോയ പോലെ ആയിരിക്കും ഉണ്ടാവുക. ഒരു സൈഡ് ബ്രൗൺ ആകുമ്പോൾ മറ്റേ സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ടിക്കി ആവുന്ന ടൈം ഞാനൊരു ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട്. റാപ്പിന് വേണ്ടി ചപ്പാത്തിക്ക് പകരം ടോർട്ടില ആയാലും മതിയാവും. പക്ഷേ ഏറ്റവും നല്ലത് ചപ്പാത്തി ആയിരിക്കും, ആട്ടേണ്ടതായിരിക്കും. ടോർട്ടില മിക്കതും നമുക്ക് മൈദയിലായിരിക്കും ഉണ്ടാവുക, അതത്ര ഹെൽത്തി അല്ല. ഇനി നമ്മൾ ചപ്പാത്തിയിൽ പുതിന ചട്നി ഒന്ന് തേച്ച് കൊടുക്കാം. ഒരു സൈഡ് മാത്രമേ തേക്കാൻ പാടുള്ളൂ, എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ട് മടക്കാൻ പറ്റും. അതിലേക്ക് ഒരു ടിക്കി 2 പീസാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു റാപ്പിൽ 2 ടിക്കിയാണ് ഉപയോഗിക്കുന്നത്, അതായത് 4 കഷ്ണങ്ങളായിട്ടാണ് വെക്കുന്നത്. അതിൻ്റെ മേലെ കുറച്ച് നേർങ്ങനെ മുറിച്ച ഉള്ളിയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി പുതിന ചട്നി ഞാൻ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് റാപ്പാക്കി എടുക്കാം. ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ഈ റാപ്പിൻ്റെ ഉള്ളിൽ ചേർക്കാവുന്നതാണ്. ഇങ്ങനെ തന്നെ റാപ്പ് മടക്കണമെന്നില്ല, നമുക്ക് റോളാക്കി എടുത്തിട്ട് നടുക്കുന്ന മുറിച്ചെടുത്താലും മതി. ചപ്പാത്തി കുഴയ്ക്കുന്ന ടൈം കുറച്ച് പാലക്ക് വേവിച്ച് അരച്ച് പ്യൂരിയാക്കി ചേർത്താൽ അയൺ കണ്ടൻറ്റ് കൂടി നമുക്ക് ഈ ഒരു റാപ്പിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്. ഈ റാപ്പ് തീർച്ചയായും നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നതാണ്. അടുത്തൊരു ഹെൽത്തി റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.